ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പുതിയ വലിയ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ ലോക. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയ വെർഡിക്റ്റ് സ്റ്റാറ്റസ് ആണ് സിനിമ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്നത് എന്ന് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. ലോകയുടെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയ സ്റ്റാറ്റസോടെ ഈ വർഷത്തിലെ മൂന്നാമത്തെ മലയാളം സിനിമയാണ് ഈ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയ സ്റ്റാറ്റസ് നേടിയെടുക്കുന്നത്. 2025 ഈ വർഷം എമ്പുരാൻ, തുടരും, ലോക എന്നീ മൂന്ന് സിനിമകൾ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുക്കുന്നതോടെ വീണ്ടും ഒരിക്കൽ കൂടി മലയാള സിനിമയിൽ ചരിത്രം ആവർത്തിക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം 10-18 വർഷങ്ങൾക്ക് മുന്നേ മലയാള സിനിമ 1997 ഉറ്റുനോക്കുകയാണെങ്കിൽ അന്ന് മലയാള സിനിമ കണ്ടത് ഈ വർഷം ഇതുവരെ കണ്ടതുപോലെ 3 ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയ സിനിമകളാണ്. അതിൽ ഒരു സിനിമ ആറാം തമ്പുരാനാണെങ്കിൽ മറ്റൊന്ന് ചന്ദ്രലേഖ എന്ന സിനിമയാണ്, വേറെ ഒന്ന് അനിയത്തിപ്രാവ് എന്ന സിനിമയാണ്. വർഷങ്ങൾ ഇത്രയധികം കടന്ന് ഇപ്പോഴത്തെ ഈ 2025 വർഷം വീണ്ടും ഒരിക്കൽ കൂടി 3 ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയ സിനിമകൾ പിറന്നപ്പോൾ 1997 വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 1997 3 ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയ സിനിമകളിൽ 2 സിനിമകൾ ലാലേട്ടൻ്റെതാണെങ്കിൽ ഒരു സിനിമ അന്നത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് നിസ്സംശയം പറയാവുന്ന ഫാസിലിന്റെ അനിയത്തിപ്രാവ് എന്ന സിനിമയാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ വർഷം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഈ വർഷം 2 ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയ സിനിമകൾ ലാലേട്ടൻ സിനിമകളാണെങ്കിൽ മൂന്നാമത്തെ സിനിമ പുതിയ ജനറേഷൻ പിള്ളേരുടെ സിനിമയാണ്. അപ്പോൾ വർഷങ്ങൾ കടന്നുപോയിട്ടും അന്നും ഇന്നും ലാലേട്ടൻ തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരമെന്ന് പ്രത്യേകം അഭിമാനത്തോടെ പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. ഇനി ഇതേപോലെ മറ്റൊരു ലാലേട്ടൻ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഈ 2025 എന്ന വർഷം 3 മലയാളം സിനിമകളാണല്ലോ ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയത്. 3 സിനിമകളും വിജയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 3 മലയാളം സിനിമകളുടെ ആകെ ഓവർസീസ് കളക്ഷൻ $31 മില്യൺ പിന്നിട്ടിരിക്കുന്നു എന്നാണ് പ്രേക്ഷകരെ ആവേശത്തോടെ അറിയിക്കാനായിട്ടുള്ളത്. ഈ വർഷം ആദ്യം ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ എമ്പുരാൻ $16.90 മില്യൺ ഓവർസീസിൽ കളക്ഷൻ നേടിയെടുത്തപ്പോൾ തുടരും $11.6 മില്യൺ കളക്ഷനാണ് അവിടെ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഹൃദയപൂർവ്വം $3 മില്യൺ ഓവർസീസിൽ പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ $31 മില്യൺ ലാലേട്ടൻ സിനിമകൾ ഈ വർഷം മാത്രം, ഈ ഒരൊറ്റ കലണ്ടർ വർഷത്തിൽ മാത്രം അവിടെ എത്തപ്പെട്ടിരിക്കുകയാണ്. 3 സിനിമകൾ $31 മില്യൺ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ 275 കോടിയോളം രൂപയാണ് ലാലേട്ടൻ അവിടെ ഓവർസീസിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ തുടരും എന്ന സിനിമയ്ക്ക് ഇനി മികച്ച റിലീസ് ഓവർസീസിൽ ലഭ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ 300 കോടിയിലേക്ക് ലാലേട്ടന്റെ ആഗോള ഓവർസീസ് കളക്ഷൻ ഈ കലണ്ടർ വർഷത്തിൽ എത്തിയേനെ. ഇനി പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ ലാലേട്ടൻ പവറൽ ഓവർസീസിൽ ബോക്സ് ഓഫീസിൽ കത്തിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു സിനിമയുണ്ട്. അത് ബബബ എന്ന സിനിമയാണ്. അത് ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ, നല്ല കളക്ഷൻ നേടിയെടുക്കട്ടെ. ലാലേട്ടൻ 300 കോടി ഈ വർഷം തന്നെ കടക്കട്ടെ എന്ന് ആശംസിക്കാം.